പിറവത്ത് കുടിവെള്ളക്ഷാമം. നഗരസഭയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ പോലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് നിലവിൽ. കക്കാട് പമ്പ് ഹൌസിൽ മോട്ടോർ തകരാറിലായതുമൂലം ഏകദേശം 1 മാസത്തോളമായി വെള്ളം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്. ഇതിൽ പ്രതിഷേധിച്ച കൗൺസിലർമാരും UDF നേതാക്കന്മാരും ചേർന്ന് പിറവം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. മുളക്കുളം, കാരമല, കന്നിറ്റുമല തുടങ്ങിയ പ്രദേശങ്ങളിൽ 1 മാസത്തോളമായി വെള്ളം ലഭിച്ചിട്ട് കരാറുകാർ കുടിശ്ശിക കിട്ടാത്തതുമൂലം സമരത്തിലായതുകൊണ്ട് പൊട്ടിയ പൈപ്പുകൾ നന്നാക്കുന്നില്ലെന്നും കോടിക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. കക്കാട് പമ്പ് ഹൌസിൽ മോട്ടോർ തകരാറിലായതുമൂലം ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യുവാൻ കഴിയുന്നില്ല. കേടായ മോട്ടോർ നന്നാക്കുവാൻ കൂട്ടാക്കാത്തതിൽ പ്രതിഷേധിച്ച് പിറവം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് കൗൺസിലർമാരും UDF നേതാക്കന്മാരും ഉപരോധിച്ചു. ഇന്ന് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ വന്ന് UDFിലെ കൗൺസിലർമാരും നേതാക്കന്മാരും എല്ലാം ഉൾപ്പെടെ AXCയുടെ ഓഫീസിൽ വന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചത് കക്കാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മോട്ടോർ കേടായിട്ട് ഇതുവരെ നന്നാക്കുവാനായിട്ട് സാധിച്ചില്ല. നന്നാക്കാനായിട്ട് കൊടിയ ഈ വരൾച്ച നേരിടുന്ന ഈ സമയത്ത് പോലും മോട്ടറിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി അത് ഫുൾ സ്വിങ്ങിൽ വെള്ളമടിച്ച് ജനങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് സാധിച്ചില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഒരു വാട്ടർ അതോറിറ്റി ആണെന്നും പറഞ്ഞ് പിറവത്ത് ഒരു ആഫീസുമായിട്ട് ഇരിക്കുന്നത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം, UDF ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ, DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ, ഷാജു ഇലന്നിമറ്റം, ഡോമി ചിറപ്പുറം, തോമസ് തേക്കുമൂട്ടിൽ, അന്നമ്മ ഡോമി, പ്രശാന്ത് മമ്പുറത്ത്, പ്രശാന്ത് R, ജോജിമോൻ ചാരിപ്ലാവിൽ, രമ വിജയൻ, സിനി ജോയ്, മോളി ബെന്നി, രാജീവ് കല്ലും കൂടും എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. ഇവിടെ അടിക്കടി ചാർജ് വർധനവ് നടത്തി ഈ വെള്ളത്തിന് കരമൊക്കെ കൂട്ടി പണം വാങ്ങുന്ന വാട്ടർ അതോറിറ്റി ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു സൗകര്യങ്ങൾ, അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സേവനങ്ങൾ അതിൻ്റെ 1% പോലും കൊടുക്കാതെ അവർ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ അവർ കൃത്യമായിട്ട് ഇവിടെ വരുന്നു, അവർ പോകുന്നു. ഇവിടെ വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടർമാർ കാലങ്ങളായിട്ട് അവർക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ കുടിശ്ശികയുടെ പേരിൽ സമരത്തിലാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും പമ്പിങ് ചെയ്യുന്ന മോട്ടോറുകൾ തകരാറിലാണ്. ഇത് യഥാക്രമം ഇത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടോ, ഇത് കൃത്യമായിട്ട് അതിൻ്റെ കേടുപാടുകൾ തീർത്ത് ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി വെള്ളം പമ്പ് ചെയ്യാനോ ഒന്നും അധികൃതർക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. ഇവിടെ മെയിൻ്റനൻസ് ഓഫീസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ അടിയന്തരമായി പൈപ്പ് പൊട്ടിയാൽ അപ്പം തന്നെ ഇവിടുന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമായിരുന്നു. ഈ 2 ഓഫീസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പിറവത്തുനിന്ന് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അടിയന്തരമായി ഈ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ഒറ്റ ഉദ്യോഗസ്ഥനെ തിരുത്തൂല. വളരെ വിനീതമായി പറയുവാണ്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. പിറവം സബ് ഡിവിഷന് കീഴിൽ 8 പഞ്ചായത്തുകളുണ്ട്, പിറവം മുനിസിപ്പാലിറ്റി ഉണ്ട്. ഈ 8 പഞ്ചായത്തുകളിലും റണ്ണിങ് മെയിൻ്റനൻസ് കോൺട്രാക്ട് എടുക്കുന്ന സ്ഥലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഇവർ മെയിൻ്റനൻസ് കോൺട്രാക്ടർമാർ തന്നെ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ വർക്കേഴ്സിന് കിട്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമരം തുടങ്ങിയതിന് ശേഷം അത് വളരെ കാലതാമസം വരുന്നുണ്ട് ചെയ്യുന്നതിന്. ഇവിടുത്തെ എല്ലാ പഞ്ചായത്തുകളിലും 8 പഞ്ചായത്തുകളിലും മെയിൻ്റനൻസ് നടത്തുന്ന കോൺട്രാക്ടർമാർ നാളെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്, 2 മണിക്ക് കൂടുന്നതാണ്. നമുക്ക് നമ്മുടെ എത്രയും പെട്ടെന്ന് മെയിൻ്റനൻസ് എല്ലാം കാലതാമസം കൂടാതെ ചെയ്ത് നമുക്ക് തരുന്നതിന് ആവശ്യപ്പെടുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. വിലക്കുറവിന്റെ രാജാക്കന്മാരായ ഈസി സ്റ്റോർ പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലയിൽ ഈ വരുന്ന ഏപ്രിൽ 6-ന് ആരംഭിക്കുകയാണ്. ഇനാഗുറേഷൻ ഡേയിൽ 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. 199 രൂപയ്ക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലറ്റ് ഫ്രീ, 499 രൂപയ്ക്ക് റിമോട്ട് വാങ്ങുമ്പോൾ TV ഫ്രീ, കൂടാതെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും നറുക്കെടുപ്പിലുള്ള സമ്മാനങ്ങൾ. പിറവം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഏപ്രിൽ 6-ന് നിങ്ങളെ ഓരോരുത്തരെയും പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു.